Hi everyone, welcome back to our YouTube channel Let's Smile PSC. നമ്മൾ പി എസ് സി പോലത്തുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പഠിച്ചൊന്നും മറക്കാതെ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കിടിലൻ റിവിഷൻ ടെക്നിക്കുകളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ SSC ആയിക്കോട്ടെ ഇങ്ങനെ ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും പരീക്ഷയ്ക്ക് പോവുക. പക്ഷെ പലപ്പോഴും നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരാത്തതിന് വലിയൊരു കാരണം നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ചില സമയത്ത് പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാം മറന്നു പോയതുപോലെയൊക്കെ തോന്നാറുണ്ടല്ലേ. അതല്ലെങ്കിൽ നന്നായിട്ട് അറിയാം, പക്ഷെ എന്നാലും ഒരു ഉത്തരം കിട്ടാതെ നമ്മൾ പലപ്പോഴും കുഴഞ്ഞു പോകാറുമുണ്ട്. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാത്തതാണ്. പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നല്ല കൃത്യമായിട്ട് റിവൈസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള കുറേ കിടിലൻ ടിപ്സുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ റിവിഷന് വേണ്ടി പലപ്പോഴും 3 ഡേയ്സുള്ള ടൈം ടേബിളുകളാണ് ഉണ്ടാക്കുക. 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളുകൾ. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സിലബസ് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് LDൻ്റെ ഒരു സിലബസാണ്. നമുക്കറിയാം LDയിൽ നമ്മൾ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 16ഓളം ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ആ 16 ടോപ്പിക്കുകളും എഴുതി വെച്ചതിന് ശേഷം ഓരോ ടോപ്പിക്കിലും ഓരോ വിഷയങ്ങൾ വെച്ച് താഴേക്ക് എഴുതിയെടുക്കുകയാണ്. അതിൽ ഒരു ദിവസം 3 വിഷയം എന്നുള്ള രീതിയിൽ ഒരു ദിവസം കൊണ്ട് 9 സബ്ജക്റ്റുകൾ തീർക്കുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇത് റിവിഷനാണ് കേട്ടോ. ഞാൻ പഠിക്കാത്ത കാര്യങ്ങൾ, ഞാൻ നോക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ റിവിഷനിൽ ചെയ്യാറില്ല. പഠിച്ച കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് അത് 3 ദിവസം കൊണ്ട് 9 ടോപ്പിക്കുകൾ, അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം 3 ടോപ്പിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും 3 ദിവസം കൊണ്ട് 9 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുള്ളതുകൊണ്ട് ആ ഒരു ഭാഗം പഠിക്കാൻ പറ്റാത്തതുണ്ടാകും. അല്ലെങ്കിൽ ചില ദിവസം നമുക്ക് കുറച്ചധികം സമയം കിട്ടിക്കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാൻ കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ 4 ടോപ്പിക്കോ 5 ടോപ്പിക്കോ ഒക്കെ പഠിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് കൂടുതലധികം ഇതുവരെ നോക്കാത്ത ടോപ്പിക്കുകൾ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് റിവൈസ് ചെയ്യാനുള്ള സമയം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങൾ റിവൈസ് ചെയ്യാതെയും ഇരുന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിങ്ങനെ ടൈം ടേബിൾ ഒരുപാട് എഴുതി ഉണ്ടാക്കുക എന്നതിനേക്കാളും നമുക്ക് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത്, ഓരോരുത്തരുടെയും പഠിക്കുന്ന സ്പീഡ് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് വളരെ വേഗത്തിൽ സ്കിമ്മ് ചെയ്ത് പോയാൽ തന്നെ പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്ന ആളുകളുണ്ടാവാം. ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അനുസരിച്ച് നമ്മളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റിവിഷനായിട്ട് തോന്നിയിട്ടുള്ളത് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്ന രീതിയാണ്. എൻ്റെ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് എല്ലാ ദിവസവും അപ്പം തന്നെ റിവൈസ് ചെയ്യാതെ ഒരു ചെറിയ ഇടവേള ഇട്ട് റിവൈസ് ചെയ്യുക. അതായത് ഞാൻ ഇന്നൊരു കാര്യം പഠിക്കുകയാണ്, ഇന്ന് ഞാനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ പല പുതിയ ടോപ്പിക്കുകളൊക്കെ പഠിക്കുകയാണ്. അതിനുശേഷം നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ സ്പേസായിട്ട് കുറച്ച് ഇടവിട്ട് ഇടവേളകളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം മറന്നു പോവില്ല. നമ്മളിങ്ങനെ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ആദ്യം തൊട്ട് അവസാനം വരെ വീണ്ടും ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. പകരം നമ്മൾ എല്ലാത്തിലൂടെ ഒന്ന് വായിച്ച് പോവുക. അപ്പോൾ അതിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു രീതി ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫ്ലാഷ് കാർഡുകൾ, അതുപോലെ തന്നെ ക്യൂസ്ലെറ്റ്, കഹൂത്ത് പോലുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്ലാഷ് കാർഡുകൾ, അതേപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്വിസുകളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇടവിട്ട് നമ്മളതിനെ റിപ്പീറ്റ് ചെയ്യുക പഠിക്കുന്നതും, അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ടെക്നിക്കുകളിലൂടെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുകയും പരീക്ഷ വരുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ദിവസവും പഠിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ വലിയ സിലബസുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം നമ്മൾ
ഓരോ പ്രാവശ്യം പഠിച്ച കാര്യങ്ങളും ഇതുപോലെ ഇടവിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും പഠിച്ച കാര്യങ്ങൾ പിന്നീട് മറന്നു പോകാതെ നമ്മുടെ തലച്ചോറിൽ സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ സാധിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളത്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകുക എന്നുള്ളത്. ഇതിനെ നമ്മൾ ഫോർഗെറ്റിംഗ് കർവ് എന്നാണ് പറയാറ്. ഈ ഫോർഗെറ്റിംഗ് കർവിനെ നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്പേസ് റിപ്പീറ്റേഷൻ നടത്തുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ദിവസവും റിവൈസ് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ ടൈം ടേബിളിൽ ടിക്ക് ചെയ്യുകയും അത് കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പഠിച്ചതെല്ലാം ഓർത്തിരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ആക്റ്റീവ് റീകോളിംഗ് എന്നുള്ളത്. ഓക്കെ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണയായിട്ട്, അല്ലെങ്കിൽ ഞാനും കുറച്ച് കാലം മുൻപ് വരെയൊക്കെ റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോട്ട്സ് എടുത്തിട്ട് വെറുതെ വായിച്ചു പോകും. അതല്ല നിങ്ങളും ചെയ്യാറ്. ഓക്കെ, പക്ഷേ അത് അത്ര ഫലപ്രദമായിട്ട് എനിക്ക് തോന്നില്ല. പലപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ഈ ആൻസർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇതിനുള്ള ആൻസർ എനിക്കറിയാം, ഞാനിത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മയുണ്ടാകും. പക്ഷെ അതെന്താണ് ഉത്തരം എന്നുള്ളത് എനിക്ക് പലപ്പോഴും ഓർത്തെടുക്കാൻ പറ്റാറില്ല. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ആ ഒരു രീതി, പഠിക്കുന്ന ആ ഒരു രീതി വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നതിന്, റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിച്ചു പോകുന്നതിന് പകരം നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പുസ്തകം അടച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം നമ്മളൊരു വലിയൊരു ടോപ്പിക്കാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ ആക്റ്റീവായിട്ട് പുറത്ത് വരണമെന്നില്ല. സ്റ്റിൽ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി ഏതെങ്കിലും കിട്ടുന്നില്ല, എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകൾ നമ്മൾ വീണ്ടും ആ പുസ്തകം മറച്ച് വെച്ച് ഏതൊക്കെയാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. അതിനുശേഷം അത് വീണ്ടും ഒന്നുകൂടി പുസ്തകം അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഓർത്ത് നോക്കുക. ഇതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് നമുക്ക് ആക്റ്റീവ് റീകോൾ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ വായിച്ചതിന് ശേഷം പുസ്തകം അടച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളത് പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കും. നമ്മുടെ തലച്ചോറിലേക്ക് അത് വീണ്ടും ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു പ്രാവശ്യം കൂടി പഠിച്ച ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ആക്റ്റീവ് റീകോളിങ്ങിൽ ചെയ്യാം. നമുക്ക് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ പഠിച്ച ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, ഏതായിരുന്നു വർഷം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കുക. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മെമ്മറിയിൽ അത് ഇങ്ങനെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് ഈ ഒരു രീതി ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സമയം ഇരുന്ന് പഠിക്കും, പക്ഷേ അത് റിവൈസ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ സമയം കിട്ടാതിരിക്കുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉത്തരം എനിക്ക് അറിയാമെന്നറിയാം, അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്കവിടെ ഒരു മാർക്കാണ് പോകുന്നത്. അപ്പം അതേസമയം പിന്നീട് ഞാനത് മനസ്സിലാക്കി തുടങ്ങി വീണ്ടും പഠിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആക്റ്റീവ് റീകോൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്പേസ് റിപ്പീറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടും പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പരീക്ഷയെ സമീപിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന്. ബാക്കി എന്തൊക്കെ ഒഴിവാക്കിയാലും ഞാൻ ഒരിക്കലും ഒഴിവാക്കാത്തൊരു കാര്യമാണ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പരീക്ഷ എഴുതിയൊരു ഫീലും ഉണ്ടാകും. അതേസമയം തന്നെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് വീക്കായിട്ടുള്ളത്, നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ പ്രാക്ടീസ് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ PYQ ഒക്കെ ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പം റിപ്പീറ്റ് ചെയ്തതും റീകോൾ ചെയ്തതും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മോക്ക് ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് AI ടൂളുകളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഴയ ചോദ്യപേപ്പറുകൾ എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ ഒരു ചോദ്യങ്ങളുടെ രീതി മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നമുക്കറിയാം 1.5-1.25 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷയുള്ളത്. അപ്പോൾ ആ ഒരു പരീക്ഷയെ
നമുക്ക് സമയബന്ധിതമായിട്ട് എഴുതി തീർക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ പരീക്ഷ എഴുതുന്ന സമയത്തും നമ്മുടെ സമയത്തിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പം ഓരോ മോക്ക് ടെസ്റ്റുകൾ എഴുതി കഴിയുമ്പോഴും എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയതെന്നും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയതെന്നും ഒക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്താണ് വീക്ക് എന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാവുകയും ഇത്തരം തെറ്റുകൾ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുന്നത് വഴി അടുത്ത തവണ നമ്മൾ പഠിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചുകൊണ്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാനും സാധിക്കും. ഞാൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് പല രീതിയിലാണ്. ഒന്ന്, PYQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് നെറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ OMR ഷീറ്റൊക്കെ വെച്ചിട്ട് എഴുതുന്നത് രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. രണ്ടാമത് ഞാൻ ചെയ്യാറ്, ഇത് എൻ്റെ കയ്യിൽ കുറച്ച് കാലം പഴയതാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഉണ്ട്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഞാൻ അന്ന് ഏതാണോ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഒന്ന് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത്, ജെമിനിയിൽ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് എനിക്ക് ഇന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് MCQ വേണമെന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് MCQ രീതിയിൽ നമ്മളൊരു പോൾ രീതിയിൽ നമുക്ക് തരികയും അത് ഞാൻ ആൻസർ ചെയ്യുകയും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകിൽ എഴുതിയെടുത്ത് പഠിക്കും, അങ്ങനെ അല്ലെങ്കിൽ ഫോണിൽ എവിടെയെങ്കിലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതുകൂടി ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി ഇങ്ങനെ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തെറ്റായ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന രീതിയിൽ പഠിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചാൽ കുറച്ചുകൂടി ഓർമ്മ നിൽക്കാറുണ്ട്. ഒന്നുകിൽ ഞാൻ കണ്ണാടി നോക്കി എന്നോട് തന്നെ പറയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ബൊമ്മയോ അല്ലെങ്കിൽ ഇവൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ഇന്ന് കാര്യം ഇതാണ്, ഇതിങ്ങനെയാണോ അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ അവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് മനസ്സിൽ നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു റിവിഷൻ ടെക്നിക്കാണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ സ്വന്തം ഭാഷയിൽ ഒരു നോട്ട്ബുക്കിലേക്ക് വളരെ ചുരുക്കി എഴുതുക എന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പഠിച്ച പാഠഭാഗങ്ങളെ പെട്ടെന്ന് ചെറിയ ചെറിയ പോയിന്റുകളാക്കി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വലിയ പാഠഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെ വളരെ നട്ട്ഷെല്ലിൽ നമ്മുടെ ബുക്കിലേക്ക് വരികയും പഠിക്കേണ്ട സമയത്ത് ഇനി പരീക്ഷയ്ക്കൊന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് ആക്റ്റീവ് റീകോൾ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് എടുത്ത് വായിച്ച് നോക്കി നമുക്കത് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫോർമുലകൾ, തീയതികൾ, ചില പേരുകൾ, പിന്നെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നോട്ടിൽ. അങ്ങനെയുള്ളവ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെക്കുമ്പോഴും നമുക്ക് പിന്നീട് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയും പെട്ടെന്ന് നമ്മുടെ മനസ്സിലത് ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ ആദ്യം പഠിച്ചത് ജോഗ്രഫിയിലെ നദികളുടെ ഘട്ടങ്ങളെ പറ്റിയിട്ടാണ്. അപ്പം അതിൽ 3 ഘട്ടങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ മറ്റ് 3-4 ടോപ്പിക്കുകൾ, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇങ്ങനെ 3-4 ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ഞാൻ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം എന്താ ചെയ്യുക നോട്ട് എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കറണ്ട് പോയതാണ്, പെട്ടെന്ന് ലൈറ്റ് പോയത് കൊണ്ടാണ്. അപ്പം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഠിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഒരു 70 to 80% ഞാൻ എഴുതി. ബാക്കിയുള്ളത് പിന്നീട് ടെക്സ്റ്റിൽ നോക്കിയതിന് ശേഷം വീണ്ടും ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്ത ഭാഗങ്ങൾ നമ്മുടെ ടൈം ടേബിളിൽ ടിക്ക് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് അടുത്ത റിവിഷൻ വരുന്ന സമയത്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. റിവിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ അവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള രീതികളുണ്ടാവും. ഓരോരുത്തരും പഠിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് വായിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, മറ്റു ചിലർക്ക് കേട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം. എനിക്ക് പലപ്പോഴും കേട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, അത് കേട്ടും കണ്ടും പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകാത്ത സയൻറ്റിഫിക് കോൺസെപ്റ്റുകളൊക്കെയും ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് വീഡിയോകളും പലതും കാണാറുണ്ട് സയൻസിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആനിമേറ്റഡ് അങ്ങനത്തെ വീഡിയോസെല്ലാം ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി വേഗത്തിൽ അത് മനസ്സിലാക്കാനും അതെൻ്റെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കാനും ഒക്കെ സാധ്യതയുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ പഠിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതി ഉപയോഗിക്കുമ്പോഴാണോ നന്നായിട്ട് മനസ്സിലാകുന്നത്, അത് രീതി നിങ്ങൾ ഉപയോഗിക്കുക.
അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ റിവിഷൻ തന്ത്രങ്ങളും വിവിധ പഠന രീതികളും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിവിഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല, അതൊരു ശീലമാണ്. അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മത്സര പരീക്ഷകൾ നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ പഠന ടിപ്സുകളുമായി ഞാൻ വീണ്ടും വരാം. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മടിക്കരുത്. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ നേരുന്നു. ബൈ.